ഹലോ, എവിടാ ഇറങ്ങുന്ന സമയമായില്ലേ? ഞാൻ ഫുഡൊക്കെ അടിച്ച്. ഞാൻ ഓക്കെ, എന്നാ ഇറങ്ങിക്കോ. ഏതാ പടം? ഒലക്ക എടാ, ഓക്കെ ആടാ. അപ്പൊ ശരി എന്നാ. എന്തേ അവിടെ താഴെ? ദൈവം പടത്തിനൊക്കെ വിളിക്കണമ്മ. ഞാൻ കേൾക്കണ്ടായിരുന്നു. ഞാൻ ആ മുറി കയറിയപ്പോ ഭയങ്കര ചർച്ചയായിരുന്നു. ഞാൻ പ്രതീക്ഷ കരുതി. ഏത് ലോകം പോടാ നേരങ്ങളല്ല. ശരി എന്നാ, ടാറ്റ. എടാ നാറി, ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വന്നോന്നൊക്കെ വല്ല ബോധമുണ്ടോ നിനക്കൊക്കെ? ഞാൻ പുറത്തായതാ. അതിന് ഹെൽമെറ്റ് എടുത്തില്ലായിരുന്നു. നേരെ തിയേറ്ററിൽ പോയി കഴിക്കാറില്ല. വിടണ്ടേ? ഇല്ലെങ്കിൽ കൊണ്ടുവന്ന 2-3 ലോക കല്യാണത്തെ പറഞ്ഞു തിയേറ്ററിൽ കഴിക്കാൻ. നീ കാരണം പാവം കൊച്ച് ഒരു 5 മണിക്കൂർ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നവനാ. അവനെ എണിപ്പിച്ച് എന്ത് പറ്റില്ലടാ ഹെൽമെറ്റ്. ആ ദേവൻ മക്കം ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫോണിൽ 5 മണിക്കൂർ വിത്ത് കണ്ടിന്യൂസ്. ഇല്ലടാ Gimme. Open it fast. Can I see? Did you get? Take the helmet. Okay, clear. Did you take the key? പോയില്ലല്ലോ അവിടെ ചെന്നിട്ട്. അതന്നെ കണ്ടത്തരം. എന്നെ തൂക്കി. ക്യാമറ ഒക്കെ എടാ, ഏതിടാ ഇതിൽ കൂടെ ഒക്കെ എങ്ങനെ പോവും? ഇതല്ല എവിടെ നിന്നൊക്കെ ആൾക്കാർ വരണ്ടാ? അവിടെ നിന്നും വേണ്ടി ഇവിടെ നിന്ന്. ഇത് വേണ്ട, എക്സിറ്റ് അപ്പുറത്തോടെ നമ്മളിങ്ങനെ പോണു. എടാ, ഓർമ്മയുണ്ടാ അന്ന് പങ്കൻ ആരാ വന്ന് നമ്മുടെ ഒപ്പം വേറെ എൻ്റെ കൂട്ടനാരോ വന്നില്ലേ? ജിബിൻ്റെ കൂട്ടുകാരൻ. അപ്പം ഇവിടെ ഈ ഏരിയ ഇരുന്നിട്ട് ഈ ഏരിയയാണ് സീറ്റിംഗ് മറ്റേ ഇവരില്ലടാ, അവൻ്റെ പെണ്ണുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇല്ല, അനിയത്തികൾ. അനിയത്തി നല്ലത്. പിന്നെ അവൻ്റെ പെണ്ണിൻ്റെ അനിയത്തി. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരിക്കലും പഞ്ചാലോ. ഇത് വീഡിയോ എടുത്തിട്ട് അമ്മയുടെ വേണം. അമ്മ വീട്ടിൽ നമുക്ക് ഇതേപോലെ സാധനം വെച്ചാലോ? നീ എടുത്തു വെച്ചിട്ട് മുകളിൽ പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇത് 2 അതുകൊണ്ട് ഇല്ല. കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെയാണ്. അയ്യോ, പടം $13 ഇവിടെയാ. എടാ, ഇത് അടിപൊളിയാണ്. നമുക്കിതാടാ. ഇതല്ല ഡി അല്ലേ? ഡി ഇത്. ബുക്ക് ചെയ്തത് ഞാനാണ്. കുഴപ്പമില്ല, ഇവിടെ നിന്നാൽ മതി.
നോബഡി ഫസ്റ്റ് വാട്ട് കണ്ടു പടം. ಓಹೋ ಮತ್ತೆ ಮೊಬೈಲ್ ಸ್ಕ್ರೀನ್ ನೋಡು ಚೆಕಿಂಗ್ ಏನೋ ಹೊಸ ಟ್ರೆಂಡಿಂಗ್ ಇದೆ ಸ್ಕ್ರೀನ್ ಕ್ಯಾಮೆರಾ ಹೊಸ ಟ್ರೆಂಡಿಂಗ್ ಯಾಕೆ ಫಾರೆವರ್ ಟ್ರೆಂಡಿಂಗ್ ಯಾಕಿಲ್ಲ ഇടിപ്പടോ വാ കാണല ತ್ವಚೆಯಿಂದ ಗುಡ್ನೆಸ್ ಡೈಲಿ ಹೋಗುತ್ತಿದೆ നോബഡി ഹോട്ട്സ്റ്റാർ ಡೈಲಿ ಹೀಲಿಂಗ್ ವಿಕೋ ಟರ್ಮರಿಕ್ ಕ್ರೀಮ್ ಅರಿಶಿನ പ്രൈം വീഡിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ കണ്ടു. ಗಂಡಸ್ ಕಮ್ಮಿಯಾಗಿಸಲು ಸಹಾಯ ಮಾಡುತ್ತೆ ಸ್ಯಾಂಡಲ್ವುಡ್ ಆಯಿಲ್ ഇത് എങ്ങനെ കണ്ടിട്ടില്ല ബ്രേക്കിംഗ് ബാഡ് ಮಾಡುತ್ತೆ ബ്രേക്കിംഗ് ബാഡ് കണ്ടില്ല. അടിപൊളിയാണ്. ജോൺ വിക്കില്ലേ ആ ഒരു റേഞ്ച് പടം കിട്ടില്ല പടം. എടാ വരില്ലടാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ചേച്ചി ഒന്ന് വളി വിടും. നീ റീൽസ് ട്രോളൊന്നും ഇല്ല, ഒന്നും കണ്ടില്ല, ജസ്റ്റ് ഒന്നും പറയാനില്ല. ട്രെയിലർ മാത്രം. കുറച്ചൊരു എക്സ്പെക്ട് ചെയ്യാനുണ്ട്. അവർ വന്നാൽ പൊളി. അങ്ങനെ ഇൻ്റർവെല്ലിന് പുറത്ത് വന്നാക്കുക. സമയം ഇപ്പോൾ 11:51. നല്ല ഉറക്കം വന്ന സമയമായതുകൊണ്ട് സിനിമ എനിക്ക് അത്രയും പിടിച്ചില്ല. ഇനി ഇൻ്റർവെല്ല് ആയി കഴിഞ്ഞിട്ട് നോക്കാം എന്താ പരിപാടി. വല്ല ഗുമ്മുണ്ടെങ്കിൽ പല രീതിയിൽ പറയാം. സിനിമ അപ്പുറത്തേക്ക് പോയി ആരാ ഇതന്നെയാണോ? വാങ്ങിട്ട് വന്നാലേ അല്ലേ പോപ്പുണ്ട് മണം അടിച്ച് പോലെ നിലയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നത്. खराब क्वालिटी के बैग से सिर्फ इरिटेशन ही नहीं बल्कि कई स्वास्थ्य संबंधी ചേട്ടാ മനസ്സിലായി മറ്റേ സാൻഡ് മറ്റേ ലിയോ സിനിമയിലെ सरकार ने सैनिटरी नैपकिन പറഞ്ഞേരട്ടെ സാരാതി ഇവിടെ വെച്ചിട്ട് നമുക്ക് തിന്നാൻ पैकिंग जैसे उत्पादों के लिए ISI अनिवार्य कर दिया है। ISI मार्क नहीं तो पैड सुरक्षित नहीं, मार्क असली है कि नहीं ये जानने के लिए BIS केयर പടം എങ്ങനെയുണ്ട്? चेक कर सकते हैं। पीरियड्स में भी नहीं रुकेंगे कदम। ക്യാമറ സ്റ്റാഫൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളി. ഒരു മിത്ത് കോൺസെപ്റ്റ് ഒരു നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പിന്നെ ഉറക്കം വരുന്നൊക്കെ പറയാം. എനിക്ക് ഉറക്കം തന്നെ കാരണം എനിക്ക് അധികം അത്ര പഞ്ച് വന്നില്ല. സംഭവം 12 മണി അതിന്റെ ഉറക്കമാണ്. പക്ഷേ ഞാൻ ശരിക്കും 9:00 കിടന്നുറങ്ങണ ആളാണ്. പക്ഷെ പടം അടിപൊളി, സൂപ്പർ. ഏതോ ഒരു മൈൻഡ് കൊണ്ട് ഞാനങ്ങനെ വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണാന്നൊക്കെ വന്ന് ഇരുന്നതാണ്. പക്ഷെ ഉറക്കം വന്നിട്ട് പോയ ഇതിൻ്റെ സംഭവം ഇത് 35 കോടിയാന്ന് പറയുന്നത്. പക്ഷെ 35 കോടി പോലെയൊന്നല്ല. ബാംഗ്ലൂരൊക്കെ നല്ല ഒരു ടോക്കിയോ ആ ലെവലിൽ മേക്കിങ്ങും ക്വാളിറ്റി ലൈറ്റിങ് എല്ലാം സൂപ്പർ ആയിട്ട്. അത് ശരിയാ. കാണാൻ നല്ല കളർ ഗ്രേഡിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളിൽ അടിപൊളിയായിട്ട്. ചമൻ ചാക്കോ എഡിറ്റിംഗ് എല്ലാം സൂപ്പർ ആയിരുന്നു. അയ്യോ എടാ ലൈറ്റ് ഓഫ് ചെയ്യടാ. അപ്പം ശരി ഗൈസ്, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ആരെങ്കിലും ലോക സിനിമ കാണാൻ വേണ്ടി വന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഫുൾ സ്ക്രീൻ ഉണ്ടാവില്ല. 2 സൈഡ് ബ്ലാക്ക്, അതിനെന്താ പറയുക, ബ്ലാക്ക് ഫ്രെയിം ആയിരിക്കും. അതൊന്ന് സൂക്ഷിക്കുക. അതെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ അറിയാൻ പറ്റണമെന്നാവും. ജോണിത്ത ഗാന്ധി എന്നല്ല ഹിന്ദിക്കാരി. എടാ ഒരു ചങ്ങായി അടുത്ത് പോയിരിക്കുമ്പോൾ ഈ മറ്റേ കച്ചേരിക്ക് ഇരുന്ന് പാടാൻ എല്ലായിടത്ത് സിനിമ ആയിട്ട് വേറെ ഒന്നും എടുത്തില്ലല്ലോ. സിനിമയുടെ റിവ്യൂ പറഞ്ഞില്ലല്ലോ. പറ, എന്താ റിവ്യൂ പറ. റിവ്യൂ എന്നാ പറഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞു. എന്താ പറയണ്ട, അതുമല്ല പടം ഇഷ്ടപ്പെടുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നല്ല ഉറക്കമായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഉറക്കമെല്ലാം പോയി. നല്ല അടിപൊളി സീനുകളും മറ്റേ എന്താണത് മാർവൽ പോലെ എനിക്കൊക്കെ തോന്നി. ക്യാമിയോസ് ഒക്കെ ക്യാമറസൊക്കെ വേറെ ലെവൽ. അതൊക്കെ സസ്പെൻസ് ആണ്, പറയുന്നില്ല.